ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എങ്ങനെയുണ്ട് മദർഹുഡ് എക്സ്പീരിയൻസ് എന്നുള്ളത്. ഇപ്പം എന്നെ അടുത്തുള്ള ആളായിക്കോട്ടെ, എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഒരുപാട് പേര് എന്നെ പല ഫേസിലും കണ്ടവരുണ്ടാവും. അതായത് പണ്ട് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ഇപ്പം എൻ്റെ നേച്ചർ, എൻ്റെ ക്യാരക്ടറൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഞാൻ എങ്ങനെയാണ് ഈ ഒരു മദർഹുഡ് എൻജോയ് ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് എന്തൊക്കെയുണ്ട്, അങ്ങനെയൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ഒരു കണക്ക് നോക്കിയാൽ ശരിയല്ല. ഞാനും ഒരുപാട് ആൾക്കാരെ ഫോളോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പോലെയാണോ അവർ ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി അതല്ല, നമ്മളിപ്പോൾ അമ്മയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാരൻറ്ഹുഡിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതേ രീതിയിൽ ഉള്ള ആൾക്കാരുമായിട്ടായിരിക്കും കൂടുതൽ കണക്ഷൻ. അതായത് അമ്മയാവാൻ പോകുന്നവർ, അമ്മയായവർ, അങ്ങനെയൊക്കെയുള്ളവരുമായിട്ട്. അപ്പം അങ്ങനെ ഒരു സർക്കിൾ എനിക്കും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾ ഡിസ്കസ് ചെയ്യും, എന്ത് ഫുഡ് വാവൊക്കെ കൊടുക്കുന്നു, അത് ഇത്, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് എന്തൊക്കെ മെൻ്റലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മൈൻഡ് ഓക്കെ ആണോ, ഹാപ്പി ആയിരിക്കണം, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അതേ ഒരു വേവ് ലെങ്ത് ഉള്ളവരുമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊരു ടോപ്പിക്കായിട്ട് സംസാരിച്ചുകൂടാ. അതായത് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു ജേർണിയിലൂടെ കടന്നു പോകുന്നവർക്ക് എന്തെങ്കിലും ചെറിയൊരു ടിപ്സ് എൻ്റെ ഭാഗത്തു നിന്ന് തരാനുണ്ടെങ്കിൽ അത് അവരെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ ഒരു എപ്പിസോഡ് വൈസുള്ള ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതിനുള്ള, അതായത് ഇന്നർ ഇൻസൈറ്റ്സ് ബൈ ആദിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് ഇതാവാന്ന് ഞാൻ വിചാരിച്ചു. അതായത് എന്താണ് എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ മദർഹുഡ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്നർ ഇൻസൈറ്റ്സ് ബൈ ആദിയിലേക്ക് സ്വാഗതം. ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഇപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. ഒരു ADBC എന്നൊക്കെ പറയുന്ന പോലെ, ആഫ്റ്റർ ക്രിസ്തു ബിഫോർ ക്രിസ്തു എന്ന് പറയുന്ന പോലെ എനിക്ക് ഈ ഒരു പാരൻറ്ഹുഡ് ഭയങ്കര ചേഞ്ചസ് ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഞാൻ എങ്ങനെയായിരുന്നോ പണ്ട് എൻ്റെ കാഴ്ചപ്പാടുകൾ പോലും അല്ലെ എൻ്റെ ലൈഫ് സ്റ്റൈൽ പോലും മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവത്തിന്, അതായത് പാരൻറ്ഹുഡിന് സാധിച്ചു എന്ന് പറയുന്നത് ഭയങ്കര വലിയ ചേഞ്ചാണ്. ഇപ്പം തമാശക്കെങ്കിലും കുട്ടികൾ എന്നോട് പറയലുണ്ട്, അതായത് എന്തോ ആയിക്കോട്ടെ, നീ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നിനക്ക് കുറച്ചും കൂടി വൃത്തിയും അടുക്കും ചിട്ടയെല്ലാം വന്നിട്ടുണ്ട്, കുറച്ച് വൃത്തി കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാറുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് മേജറായിട്ട് തോന്നിയിട്ടുള്ള ചേഞ്ച് എനിക്ക് അതാണ്. കുറച്ചും കൂടി ഞാൻ ഓർഗനൈസ്ഡ് ആയി, കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയി, അതുപോലെ തന്നെ നീറ്റാക്കി വെക്കാനും അല്ലാണ്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ ചേഞ്ചസിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നെ അറിയാത്തവരുണ്ടാകും, അവർക്ക് ഞാൻ എൻ്റെ ബിഫോർ ആയിട്ടുള്ള ലൈഫ് ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. അപ്പം ഞാൻ കൂടുതലായിട്ടും ഇപ്പം ഒരു സമയത്തും അങ്ങനെ വെറുതെ ഇരുന്നിട്ടില്ല. കാരണം ഇപ്പം +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് കയറുന്നു, ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു, ഇറങ്ങിയ പാട് ഇൻറ്റേൺഷിപ്പിന് കയറി, ഇൻറ്റേൺഷിപ്പ് അവിടെ തന്നെ ജോലിക്ക് കയറി, അവിടുന്ന് മാറി കണ്ണൂർ വേറൊരു ചാനലിൽ ജോലിക്ക് കയറി, അവിടുന്ന് കൊച്ചിയിൽ ഒരു ഓഫർ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി, അതിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനു മുന്നേ കണ്ണൂരിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനിടയ്ക്കായിരുന്നു കല്യാണം. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരേക്ക് പോയി. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊച്ചിയിലേക്ക് മാറി. അപ്പം അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ലൈഫ് മൊത്തം ഇങ്ങനെ കണക്റ്റഡാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരുന്ന. അതിനിടയ്ക്ക് എനിക്ക് വെറുതെ ഇരിക്കാനോ അല്ലെങ്കിൽ അങ്ങനൊരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കാത്തത് കൊണ്ട് എനിക്ക് ഒരു കാര്യത്തിലും അങ്ങനെ സ്ഥിരതയില്ല. എന്നാലും ഇതിവിടെ വെക്കണം, അത് അവിടെ വെക്കണം, ഇത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. കാരണം ഞാൻ ഓരോരോ ഹോസ്റ്റലായിക്കോട്ടെ, അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ ഇപ്പം ഞാൻ കുട്ടാറിൻ്റെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ബാംഗ്ലൂർ, ചെന്നൈ, അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്തേക്ക് മാറുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാത്തത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു എങ്ങനെയാണത് ഓർഗനൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിന് ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അധികം കോൺഷ്യസ് ആയിരുന്നില്ല. എവിടെയാണോ എത്തുന്നത് ആ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അങ്ങനെയായിരുന്നു.
പണ്ട് മുതലേ അങ്ങനെയാണ്. കോളേജ് പഠിക്കുന്ന ടൈം ആയിക്കോട്ടെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പെർമനൻ്റ് അല്ലല്ലോ എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം മേ ബി എനിക്കിത് അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരാളാണ് ഞാൻ. പിന്നെ അത് മാത്രമല്ല, വെറുതെ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ചെന്നൈയിൽ വന്ന ടൈം, പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ ആയിക്കോട്ടെ, ഒരുപാട് ടൈം കിട്ടിയത്. പക്ഷെ ആ ടൈമിനെ ഒന്നും ഞാൻ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് പറയാം. കാരണം വർക്ക് ഫ്രം ഹോം എടുക്കുന്ന സമയമായിക്കോട്ടെ, എനിക്ക് ഒരുപാട് ടൈം എക്സ്ട്രാ ഉണ്ടാവും, വീട്ടിലിരിക്കുന്ന ടൈം ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ മാക്സിമം നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങും, അല്ലെങ്കിൽ വൈകുന്നേരം ഉറങ്ങും. പിന്നെ ഭയങ്കര ലേസി ആയിട്ടായിരിക്കും ഉണ്ടാവുക ഞാൻ എപ്പോഴും. എൻ്റെ മൈൻഡ് മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലസമായ, നമ്മൾ അതങ്ങനെ അലസമായ മൈൻഡ് ആയിരിക്കും. ഇപ്പം കൂട്ടുകാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഞാനായിക്കോട്ടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഇന്നിത് ക്ലീൻ ചെയ്യണം, അങ്ങനെ വിചാരിച്ചാൽ ടൈം ഉണ്ടല്ലോ, അല്ല ഉച്ചയ്ക്ക് ചെയ്യാം, വൈകുന്നേരം ചെയ്യാം, രാത്രി ചെയ്യാം, അങ്ങനെ പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്തു. പക്ഷെ അത് ചെയ്യും, പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്യുന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അത് മാത്രമല്ല, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുത്ത്, ഇപ്പം യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങണം എന്ന് വെച്ചിട്ട് കുറേ, പക്ഷെ അത് എന്തുകൊണ്ട് എനിക്കത് ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങാൻ പറ്റാഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ടൈം ഉണ്ടല്ലോ, ഇനിയും ഉണ്ടല്ലോ, അത് വരട്ടെ ഇത് വരട്ടെ. പക്ഷെ എനിക്ക് ഏറ്റവും എൻ്റെ ക്യാരക്ടറിലൊരു എൻ്റെ ലൈഫിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് എൻ്റെ ക്യാരക്ടറിൽ തോന്നിയൊരു കാര്യമാണ് അത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുക, എല്ലാ കാര്യങ്ങളും അങ്ങനെ. പക്ഷേ ബേസിക് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഓർഗനൈസ്, അങ്ങനെ ബേസിക് ആയിട്ട് എന്നാലും നല്ല രീതിയിലൊരു അടുക്കും ചിട്ടയുള്ളൊരു രീതിയിലല്ലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതിന് മേജർ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, പ്ലേസ് മാറുന്നു, വർക്ക് മാറുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ മുന്നത്തെ ഒരു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയവും എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി റിസർച്ച് നടത്താനോ അതിനൊന്നും ഞാൻ മുതിരില്ല. അപ്പം ചെയ്തെന്നാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന്. അതുകൊണ്ട് എനിക്ക് വർക്കിൽ അത് ഭയങ്കര ഉപകാരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നിനെ പറ്റി ചിന്തിക്കില്ല, അപ്പോൾ ഉള്ളത് വേഗം ചെയ്തു കൊടുക്കുക. പിന്നെ കൂടുതലായിട്ട് ഞാൻ വേണ്ടാത്ത ഓരോ വീഡിയോസ് കാണും. അങ്ങനെയല്ല, വീഡിയോസ് നെഗറ്റീവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വീഡിയോസ് കാണുക, അങ്ങനെയുള്ള ഫോളോ ചെയ്യുക, അതിന് കൂടുതൽ അതിൻ്റെ റിലേറ്റ് ചെയ്ത് കാണുക. ഇപ്പം ഒരു സിനിമ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ചിന്താഗതി എനിക്കുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമായിക്കോട്ടെ, അങ്ങനെ അതൊക്കെ എനിക്ക് മാറാൻ സഹായിച്ചത് എൻ്റെ ഈ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നല്ല. പക്ഷേ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കരിയറിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അത് കുട്ടാട്ടിന് ആയിക്കോട്ടെ, എൻ്റെ കൊളീഗ്സിനായിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സിനായിക്കോട്ടെ, എല്ലാവരെയും ഞാൻ ആത്മാർത്ഥത കൂടുതൽ കാണിച്ചൊരു കാര്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ വർക്കിന് മാത്രമായിരിക്കും. അതിൽ ഞാൻ ഇപ്പോഴും എനിക്ക് വിചാരിക്കുന്നത്, ഞാൻ എന്തുകൊണ്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റി തേടിപ്പോയില്ല. ഞാൻ എപ്പോഴും ഒരു സേഫ് സോണിൽ സ്റ്റെക്കായിരുന്നു. അത് കുട്ടാട്ടൻ എപ്പോഴും എന്നോട് പറയും, നീ സേഫ് സോണിൽ നിൽക്കരുത്, കൂടുതൽ കാര്യം എനിക്ക് എൻ്റെതായ രീതിയിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടായിരിക്കാം മേ ബി ഞാൻ ഓൺലൈൻ ചാനലിൽ തന്നെ കൂടുതലൊന്നും ട്രൈ ഒന്നും നിന്നത്. അതിന് വേണ്ടി ഹാർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പം ചെയ്യുന്ന വർക്കിൽ ഞാൻ എൻ്റെ 100% ചെയ്യാമായിരുന്നു പതിവ്. അപ്പം അങ്ങനെ ഒരു നേച്ചറിലായിരുന്നു ഞാൻ. ഇനിയിപ്പം മദർഹുഡിലേക്ക് കടന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കില്ലാത്തതും പണ്ടുള്ളതുമായിട്ടുള്ളൊരു സമയമായിരുന്നു, ഒരു കാര്യമായിരുന്നു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമയത്തിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ടൈം കിട്ടുന്നില്ല, എനിക്ക് വേണ്ട ടൈമില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഉള്ള ടൈമിൽ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത്. ഇപ്പം വാവ ഉറങ്ങുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പം മോൻ ഉറങ്ങും, അല്ലെങ്കിൽ എപ്പോൾ കുഞ്ഞു ഉണരും, എപ്പം നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവരെ രീതിക്കനുസരിച്ച് നമ്മൾ ചേഞ്ച് ആവുന്നല്ലാണ്ട് നമ്മളെ രീതിക്കനുസരിച്ച് അവരെ കൊണ്ടുവരാൻ ഒരിക്കലും പറ്റില്ല. അതെൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഓരോ സാധനങ്ങൾ എടുക്കുന്ന, ഇപ്പം കിച്ചൺ ആയിക്കോട്ടെ, ഞാൻ ക്ലീൻ ചെയ്തിടുമെങ്കിലും അങ്ങനെ ഓക്കെ ക്ലീൻ ആണ്, അങ്ങനെ അല്ലാണ്ട് അത് ഡീപ്പ് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക, അത് ഇന്നേ രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഫുള്ള് വീട് 2 ഡേ കൂടുമ്പോൾ ക്ലീനാക്കണം. ക്ലീനാക്കൽ മീൻസ് തുടച്ച് വൃത്തിയാക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി, അല്ലെങ്കിൽ കൂടുതൽ വൃത്തി വേണം, കൂടുതൽ നീറ്റായിരിക്കണം, അങ്ങനെയുള്ള ഇത് കൂടുതൽ എനിക്ക് കോൺഷ്യസ് ആയത് ഈ ഒരു ടൈമിലാണ്. അത് ഒന്നാമത് നമ്മൾ ബേബി ഉണ്ടാകുമ്പം നമുക്ക് കുറച്ചും കൂടെ വൃത്തി വേണം, അത് കുഞ്ഞിനെ കുറച്ചും കൂടി സേഫാക്കി വെക്കണം എന്നുള്ള ചിന്താഗതി വരുന്നത് കൊണ്ടായിരിക്കാം മേ ബി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ചിലവർ ഈ OCD എന്നൊക്കെ പറയും. OCD എന്ന് പറഞ്ഞാൽ വേറൊരു ഇതാണ്, അതൊരു മെഡിക്കൽ ഒരു രോഗമാണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് കൂടുതൽ അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ ബാബു ഉറങ്ങുന്ന ഒരു സമയത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ അതൊക്കെ ഓടി ചെയ്യും.
അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് എനിക്ക് ടൈം എത്രത്തോളം വാല്യൂബിൾ ആണ്, ആ ടൈമിനുള്ളിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് ഇപ്പം വെറുതെ ഇരിക്കുക എന്നുള്ള ഒരു ചിന്താഗതി എനിക്കില്ല. പക്ഷേ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഫോണിൽ നോക്കും ഇത് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ മാത്രം, അതായത് അനാവശ്യമായിട്ടുള്ള ഫോണിൽ നോക്കി ഓവർ നെഗറ്റീവ് കുത്തി കയറ്റാണ്ട് പോസിറ്റീവായിട്ടുള്ളതും ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറ്. ഇപ്പം ഞാൻ സമയം കിട്ടുമ്പം ഓൺലൈനിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, അതിനെനിക്ക് എന്തായാലും കറണ്ട് അഫയേഴ്സ് അറിയണം, അപ്ഡേഷൻസ് അറിയണം, എല്ലാം അറിയണം. പ്ലസ് എനിക്ക് ഇവിടുത്തെ ഭാവേൻ്റെ കാര്യം നോക്കണം, ഫുഡ് ഉണ്ടാക്കണം, വീട്ടിലെ കാര്യം നോക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിലിടയ്ക്ക് എൻ്റെ യൂട്യൂബിൽ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ ഒരു 100,000 ജോലി ഞാൻ ഒരു 24 മണിക്കൂറിനുള്ളിൽ മീൻസ് 12 മണിക്കൂറിനുള്ളിൽ ഞാൻ ചെയ്തു തീർക്കുന്നുണ്ട്. എന്നാലോ കൃത്യസമയത്ത് രാത്രി ഉറങ്ങണം, രാവിലെ കൃത്യസമയത്ത് എല്ലാം എൻ്റെ ഇപ്പം നടക്കുന്നുണ്ട്. അതിനൊരു മേജർ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ടൈം പോലും അനാവശ്യമായിട്ട് പാഴാക്കുന്നില്ലെന്ന്. അപ്പം എനിക്ക് ഇൻഫർമേഷൻസ് വേണമല്ലോ ഈ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്നവർ, അങ്ങനത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് കറണ്ട് അഫയേഴ്സ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നൊരു ട്രെൻഡ് എന്താണ് അവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസ്, അതിൽ തന്നെ ഗോസിപ്പ് ടൈപ്പ് സാധനങ്ങളുണ്ട്, അത് കാണുന്നില്ല എന്നല്ല, അതും കാണും. പക്ഷെ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യും. അതിനുശേഷം എൻ്റെ ജോലി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്താണ് നടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ന്യൂസ് ഞാൻ എയർപോർട്ട് ഇട്ടിട്ട് ന്യൂസ് വെച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ ജോലി ചെയ്തതിനിടയ്ക്ക് ഞാൻ ഇതും ശ്രദ്ധിക്കും, അതും എൻ്റെ തലയിൽ കയറും, ഇതും ചെയ്യും. അങ്ങനെയുള്ള 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എല്ലാം കഴിഞ്ഞ് എൻ്റെ ജോലി കഴിയുമ്പോഴത്തേക്കും എനിക്ക് വർക്ക് ചെയ്യാനുള്ളത്, അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഞാൻ പെട്ടെന്ന് അത് ചെയ്യും. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറേ നോക്കാനും ഇതാക്കാനും നിന്ന് കഴിഞ്ഞാൽ വേറെ വീഡിയോ ഉണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് നോക്കി ഉണ്ടാവും. അപ്പം അത് വേണ്ടാന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇന്നേത് ചെയ്യുമ്പോൾ ഇന്നേത് ചെയ്യണം, ഇതവിടെ നിൽക്കട്ടെ, അങ്ങനെ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നൊരു കാര്യമുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർ ആൾക്കാർക്കും ചിലപ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അതായത് തലേ ദിവസം രാത്രി പിറ്റേന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള റഫ് നോട്ട്. ഒരിക്കലും അമ്മമാർക്ക് അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പറ്റൂല, അതെനിക്കറിയാം. അതറിഞ്ഞ് കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. മാക്സിമം നമുക്ക് അങ്ങനെ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല കാര്യങ്ങളും ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ഒരു കാര്യം വിട്ടുപോയി കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം നാളെ രാവിലെ എഴുന്നേൽക്കുന്നു, ഇപ്പം വാവൻ്റെ കാര്യങ്ങൾ നോക്കി അവനെ കുളിപ്പിച്ച് അവൻ ഉറങ്ങുന്ന ടൈമിന് എനിക്കിപ്പം ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, ആ ഷൂട്ടുകൾ എന്തായാലും ചെയ്യണം, അതിനൊരു ടൈം ഞാൻ കണ്ടെത്തണം. ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്, ഫുഡ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ കുട്ടിയാണം പോകുന്നതിന് മുന്നേ ഉച്ചയ്ക്ക് മുന്നേ ഫുഡ് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തതിന് ശേഷം ഇവൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇവന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവന് ഫുഡ് കൊടുക്കണം, അവന് എന്താക്കണം. പോകുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം അവൻ ഉറങ്ങുവാണെങ്കിൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം. ഇനിയിപ്പോൾ അതിന് പറ്റിയിട്ടില്ലെങ്കിൽ അവൻ കളിക്കുമ്പോൾ അവൻ്റെ ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ അവൻ കളിച്ചോളൂ, അതിലിടയ്ക്ക് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. അങ്ങനെയുള്ളൊരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ നാളെ ചെയ്ത് തീർക്കാണ്. നമ്മൾ തലേന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും. ഇപ്പം ഞാൻ ലിസ്റ്റാക്കി വെക്കാറ്, ഞാൻ മനസ്സിൽ കാണും, ഓക്കെ നാളെ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നാളെ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അത് മനസ്സിലുണ്ട്. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കാത്തൊരു കാര്യം, സഡൻ നടന്നൊരു കാര്യം, ഞാൻ ഇന്നൊരു ഡേ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ ഇന്ന് വ്ളോഗ് എടുക്കാം, ചാടിക്കേരി അതിന് സ്റ്റാർട്ട് ചെയ്തു. കാരണം അതെനിക്ക് രണ്ടാമതൊന്ന് നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം നാളെ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇന്നെല്ലാം സാഹചര്യം ഒത്തു വന്നുകൊണ്ട് ഓക്കെ ഇന്ന് എടുക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ കുറേ കൂടി ഞാൻ ബാലൻസ്ഡായി, കുറേ കൂടെ ഞാൻ എൻ്റെ വർക്ക് ആയിക്കോട്ടെ, എൻ്റെ ലൈഫ് ആയിക്കോട്ടെ, എല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ മദർഹുഡിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ല എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച്. കാരണം ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇങ്ങനെയാണല്ലേ, പണ്ടെല്ലാം ഞാൻ വിചാരിക്കും അമ്മയല്ലേ ഇങ്ങനെ ഇത്രയും കാര്യം ചെയ്തിട്ട് അവർക്കുള്ള ടൈം കണ്ടെത്തുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരുപാട് സംശയമുണ്ട്. പക്ഷെ ഇപ്പം മനസ്സിലായി എങ്ങനെയാണ്. അതെച്ചാൽ സാഹചര്യം നമ്മളങ്ങനെ മാറ്റിയെടുക്കും. നമുക്ക് എന്താണോ നമുക്കൊരു ആംബിഷൻ ഉണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്ക് ഇന്നേത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് അതിനെ മാറ്റി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം
അത് നമ്മളെ പോസിറ്റീവായിരിക്കാനും നമ്മളെ മദർഹുഡിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം പലരും ഈ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ഒരു 1 ഇയറിനുള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെറിയൊരു കാര്യം പോലും നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാനും നമ്മളെ മൈൻഡിനെ ആകെ അസ്വസ്ഥാക്കാനെല്ലാം കാരണമാകുന്നൊരു വലിയൊരു കാര്യമാണ് ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി. അതിപ്പോൾ ഇവൻ ഫോണിലായിക്കോട്ടെ, എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഫോണിൽ ഞാൻ ഓവറായിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ കാണാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചെറിയൊരു കാര്യം മതി, ആരെങ്കിലും നമ്മളൊന്ന് മെൻഷൻ ചെയ്യാണ്ട് സ്റ്റോറി ഇട്ടു, അല്ലെങ്കിൽ എന്താ പറയുക നമ്മളിട്ടൊരു ഫോട്ടോയ്ക്ക് കമൻറ്റ് ഇട്ടിട്ടില്ല. ഇനി അത് ഞാൻ പറഞ്ഞ അല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരാൾ വീട്ടിൽ നിന്ന് ഒരാൾ എല്ലാ ദിവസവും അമ്മ വിളിക്കുന്നുണ്ട്, ഒരു ദിവസം വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഇപ്പം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ ആരും ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റാൻഡമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യും, നമ്മളിതാക്കും. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ആ ഒരു സംഭവം ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓവർ എക്സ്പെക്റ്റേഷൻ ഒഴിവാക്കിയതിന് ശേഷം എനിക്ക് ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കിപ്പം ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ മെൻ്റലി ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇപ്പം എൻ്റെ മൈൻഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓക്കെ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെപ്പറ്റി ഓവർ തിങ്കിങ് ഇല്ല. പിന്നെ നമ്മൾ നമുക്ക് ഫ്രണ്ട്സ് വേണം, ഫാമിലി വേണം, നമുക്ക് കണക്ഷൻ വേണം, എല്ലാവരുമായിട്ടുള്ള ബന്ധം വേണം, എല്ലാം വേണം. പക്ഷെ അവർക്കൊരു ബൗണ്ടറി ഉണ്ടാക്കണം എന്ന് പഠിച്ചത് ഞാനിപ്പോഴാണ്. കാരണം നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യമുള്ള സമയത്ത് നമുക്ക് അതും കൂടെ അതിൻ്റെ പ്രശ്നം കൂടെ നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ടാക്കി നമ്മളെ വിളിച്ചാൽ ഉണ്ടാവുന്ന ആൾക്കാരെ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നമ്മൾ വിഷമിക്കുന്ന ആൾക്കാരും നമ്മൾ സന്തോഷിക്കുന്ന ആൾക്കാരും, അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കോ ഇതാക്കോ ഒന്നുമില്ല. അതെനിക്ക് മേജറായിട്ട് മനസ്സിലായത് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമാണ്, പ്രഗ്നൻസി ഈ ഒരു പീരീഡിലാണ്. കാരണം പണ്ടൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, എനിക്കില്ലാത്ത ഫ്രണ്ട്സ് ഇല്ല, ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് കണക്ഷൻ വെക്കുന്നതാണ്, എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി അടിച്ച് നടക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു ഞാൻ. എപ്പോഴും വിചാരിച്ച് ടെൻഷൻ അടിച്ചിരുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഞാൻ അതിനകത്ത് നിന്ന് പിന്നെ ഒരു കുട്ടി കൂടെ നമ്മളെ ലൈഫിലേക്ക് വരുമ്പം എങ്ങനെയാണ് ഞാൻ അതിനെ മാനേജ് ചെയ്യുക, എൻ്റെ പഴയ ലൈഫ് എനിക്ക് മിസ്സാവുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുക, അതൊക്കെ ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് വേറൊരു ലൈഫിൻ്റെ വേറൊരു ഫേസ് ആണെങ്കിൽ ഇന്ന് വേറൊരു ഫേസ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് അടിപൊളിയാണ്, എനിക്ക് കുറച്ചും കൂടെ മൈൻഡ് ഫ്രീ ആക്കി വെക്കാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ ഓരോ ദിവസം എനിക്ക് എന്തെങ്കിലും ടെൻഷൻ അടിക്കാൻ കാരണം കിട്ടിയാൽ മതി, അവരിത് മിണ്ടിയില്ല, ഇവർ മിണ്ടിയില്ല, അവരോട് മിണ്ടി നമ്മളോട് മിണ്ടിയിട്ടില്ല, അല്ലെ അവർ മെസ്സേജ് അയച്ചു, സ്റ്റോറി ഇട്ടു, പിന്നെ എന്താ പറയുക അവരാലോചിക്കുന്നുണ്ടാവോ, നമ്മളൊക്കെ അവർ പരിഗണന തരുന്നുണ്ടാവോ, അല്ലെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരു 100,000 ടെൻഷൻ എനിക്ക് പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താ പറയുക, നമ്മൾ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങളും എനിക്കില്ല. അത് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളവരെ ആലോചിച്ച് നമ്മൾ ഹാപ്പിയാണ്, അതുപോലും ഇല്ലാത്ത ആൾക്കാർ എത്രയുണ്ടെന്ന് ആലോചിച്ച് സമാധാനിക്കും. ഇതൊക്കെ മോട്ടിവേഷനും കാര്യങ്ങളും എന്താ പറയേണ്ട ഉപദേശവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതെല്ലാം വർത്താനത്ത് പറയാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. നമ്മളെ മാക്സിമം നെഗറ്റിവിറ്റി നമ്മളെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുക, എന്ത് വന്നു കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായി നേരിടുക. ഇപ്പം നമുക്കൊരു കാര്യം കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് പറ്റിയിട്ടില്ല, അങ്ങനെയല്ല, പോട്ടെ, അച്ചീവ് ചെയ്യണ്ട, ഇനിയിപ്പം അടുത്ത ഇതാക്കാമല്ലോ, അല്ലേ? അതല്ലെങ്കിൽ നമുക്ക് നാളെ അത് കിട്ടാത്തത് കൊണ്ട് നമുക്ക് നാളെ വേറെ നല്ലതെന്തോ വരാനുണ്ട്, അങ്ങനെ വിചാരിച്ചു നിന്ന് കഴിഞ്ഞാൽ ലൈഫ് അടിപൊളിയായിരിക്കും. അതുമാത്രമല്ല, അത് നമ്മുടെ മദർഹുഡിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞിനോടൊരു സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ, അവരെ നോക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിരിക്കണം, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും, അവർക്കുള്ള ടൈം കൊടുക്കാൻ പറ്റും, അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പം എനിക്ക് എൻ്റെ മോനെ ഇപ്പം അവനിപ്പോൾ ഒരു 10 മാസം, അടുത്ത മാസം അവൻ്റെ ബർത്ത്ഡേ വരുന്നത്, അവൻ ആയി, അവനെ വേറൊരാളെ ഏൽപ്പിച്ച് എനിക്ക് ജോലിക്ക് പോകാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ ഹാപ്പിനെസ് കണ്ടെത്താം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അവരെ ഈ ഒരു ഫേസിൽ ഈ ഒരു ലൈഫിൻ്റെ ഈ ഒരു ഫേസും നമ്മൾ എൻജോയ് ചെയ്യാനുള്ളതാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളത് എന്താ പറഞ്ഞാൽ അതും നമ്മളൊരു ലൈഫിൻ്റെ ഭാഗമാണെന്ന് കണ്ടിട്ട് നമ്മൾ അതിനെ എൻജോയ് ചെയ്ത് ജീവിക്കണം. അല്ലാണ്ട് അതിനെ മാറ്റി വെച്ച് നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇനിയും ചെയ്യാം, ഇതിനു മുന്നേ ചെയ്തതാണ്,
നമ്മൾ ഓൾറെഡി അത് എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷെ നമ്മൾ ഈ മദർഹുഡ് ഈ ജേർണി നമ്മൾ അവരെ കൂടെ മാക്സിമം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങളിപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജോലിക്ക് പോകാതെ രക്ഷയില്ല എന്ന് അവരോട് ഒന്നും പറയില്ല. അവർ എന്തായാലും ചെയ്തേ പറ്റൂ, അതൊക്കെ ഓക്കെയാണ്. അല്ലാണ്ട് നമ്മളിപ്പം നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ നമുക്കത് പിന്നെ കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ മാക്സിമം നമ്മളെ കുഞ്ഞിൻ്റെ കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ കുറച്ച് നമുക്ക് സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാം. ഒരു മീ ടൈം ഞാൻ എപ്പോഴും കുട്ടാനോട് പറയും. അല്ലെങ്കിൽ ഇപ്പം കുട്ടാനിടെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ഫോൺ നോക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ പറയും എനിക്ക് എൻ്റെ മീ ടൈം വേണം അങ്ങനെ പറയും. ഒരു അരമണിക്കൂർ ആയിക്കോട്ടെ, നമുക്ക് നമ്മളേതായ രീതിയിൽ ഇപ്പോൾ ഭാവി ഉറങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, എനിക്ക് എഡിറ്റിങ്ങിൻ്റെ പുതിയ കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എങ്ങനെ നമുക്ക് നല്ല നല്ല കണ്ടന്റ് ഇടാം. ഞാനിപ്പോൾ ബിഗിനറാണ്, തുടങ്ങിയിട്ടുള്ളൂ, യൂട്യൂബിൽ ഒന്നും ആയിട്ടില്ല. എനിക്ക് എങ്ങനെ ഇപ്പം ഞാൻ ഓരോരുത്തരെ എങ്ങനെ റീച്ച് കൂട്ടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എനിക്കിഷ്ടം. പിന്നെ ഓരോരുത്തരെ ഇപ്പം നമ്മളെ ഫോട്ടോസ് ആയിക്കോട്ടെ അതൊക്കെ കളക്ട് ചെയ്ത് അതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചു. നമുക്ക് നമ്മൾ ഫോണിലെല്ലാം പുതിയ ഫോൾഡറൊക്കെ ആക്കി എല്ലാം അടുക്കും ചിട്ടെല്ലാം ആക്കി വെച്ചാൽ അതൊക്കെ എനിക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ്. ഇപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടൈമും കൂടെ നമ്മൾ കണ്ടെത്തണം. നമുക്ക് എന്താ സന്തോഷം. ഇപ്പം നിങ്ങൾക്ക് സന്തോഷം ഒരു ഫുഡ് കഴിക്കുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നത്. ഓക്കെ, അത് വാങ്ങിച്ച് കഴിക്കുക, അത് ഉണ്ടാക്കി കഴിക്കുക. അതിന് ഇപ്പം വേറൊരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർ വാങ്ങി തന്നിട്ടില്ല, ഇവർ വാങ്ങി, അത് നമ്മൾ അതിനായിട്ട് കണ്ടെത്തണം. പിന്നെ നമുക്ക് ചിലപ്പോൾ ചിലവർക്കുണ്ട്, എനിക്ക് പണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട്, എൻ്റെ അമ്മൂനും എല്ലാം ഉള്ള ഇപ്പോൾ എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ ഷോപ്പ് ചെയ്താൽ ഒരു ഡ്രസ്സ് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സും കൂടെ നമ്മൾ പരിഗണനയിൽ വെക്കണം. കാരണം ഫുൾ ടൈമും കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതിലിടയ്ക്ക് നമ്മളേതായ സന്തോഷവും കണ്ടെത്താം. ഇപ്പം എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ക്ലീനിങ് ആണ്. സത്യസന്ധമായിട്ട് എനിക്ക് പണ്ട് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യമായിരുന്നു ക്ലീനിങ് എന്നുള്ളത്. എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. കുക്കിംഗ് ഇഷ്ടമായിരുന്നു, പക്ഷേ ക്ലീനിങ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ക്ലീനിങ്ങിനോടെ കുറച്ചും കൂടി ഇഷ്ടം വീടൊക്കെ അലങ്കരിച്ച് വെക്കുക, അതൊക്കെ സെറ്റാക്കി വെക്കുക, പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഓർഗനൈസർ വാങ്ങുക, അതിൽ സെറ്റാക്കി വെക്കുക. അതൊക്കെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ദിവസം ഒരു പാർട്ട് ഞാൻ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഭയങ്കര സമാധാനമായിരിക്കും. അങ്ങനെയുള്ള കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ചേഞ്ചസ് ആണ് എനിക്ക് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. എൻ്റെ മോൻ എന്നെ കുറേ കൂടുതൽ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാം. അവൻ നല്ല കുട്ടിയായിട്ട് ഇതാക്കുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. കാരണം ചെറുപ്പത്തിൽ പ്രശ്നമുള്ള ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ നന്നാവും, ചെറുപ്പത്തിൽ നല്ല ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നമെന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സെക്കൻഡറി ആയിട്ട് നിർത്തുന്നത്. എന്നാലും അവനും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരൻ തന്നെ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടുതൽ പറയും എനിക്കിഷ്ടം പുറത്തേക്ക് പോയിട്ട് എന്തെങ്കിലും ഇതാക്കണം. അങ്ങനെ നമുക്ക് ചെറിയ കാര്യങ്ങൾ നമുക്ക് ഹാപ്പിനെസ്. ഇപ്പോൾ പ്ലാന്റ്സ് വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തുന്നത്, അല്ലെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നത്, പാട്ട് പാടുന്നത്, ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ അതിന് നമ്മൾ ടൈം കണ്ടെത്തുക. അപ്പം കുറേ ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് നമുക്കൊന്നിനും ടൈമില്ല, അയ്യോ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളുണ്ടാകുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ ചിന്താഗതിയായിരുന്നു കുറച്ച് നാൾ മുന്നേ വരെ എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നേരം അതൊക്കെ എനിക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടേ ഉള്ളൂ. അതൊക്കെ എൻ്റെ ലൈഫിനെ കൂടുതൽ ഈസി ആക്കിയിട്ടേ ഉള്ളൂ. ഈ പീരീഡിനെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആക്കിയിട്ടേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ ഫേസും ഭയങ്കര എൻജോയ് ചെയ്തിട്ട്, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പീരീഡ് ആയിക്കോട്ടെ, പഠിക്കുന്ന എല്ലാ കാലഘട്ടത്തിനെയും കൂട്ടി മിക്സ് ആക്കാണ്ട് നമുക്ക് ഇന്നുള്ള ആൾക്കാർ നാളെ ഉണ്ടാവുന്നല്ലേ, ഇന്നത്തെ ഈ ഒരു ടൈമും ഇതുപോലെ നാളെ വേണം, അല്ലെങ്കിൽ ഇതേ ഫ്രണ്ട്സ് വേണം, ഇതേ ആൾക്കാർ വേണം, ഇതുപോലെ ആയിരിക്കണം എന്ന് ചിന്തിക്കാണ്ടിരുന്നാൽ മതി. നമുക്ക് അപ്പം കിട്ടുന്ന കാര്യങ്ങൾ അതിൻ്റെ ഇതോടുകൂടി എൻജോയ് ചെയ്യുക, അതിൻ്റെ ആ ഒരു രസത്തോടു കൂടെ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് അടിപൊളിയാണ്. അത് ഞാൻ വെറുതെ പറയുന്നില്ല. ഇനിയിപ്പം അമ്മയാവാൻ പോകുന്നവർക്കുള്ള ടിപ്സ് എന്നല്ല, എനിക്കുണ്ടായ മാറ്റങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹാപ്പിനെസ് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടത്. വേറൊരാളും നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. ഇപ്പോൾ വാവനെ നോക്കാനായിക്കോട്ടെ, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം. വേറെ ആൾക്കാർ വീട്ടിൽ അമ്മയും എല്ലാവരും ഉള്ള ആൾക്കാരുണ്ടാവും. എനിക്കിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെന്നൈയിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ അതൊരു ഹെൽപ്പായിട്ടുണ്ട്. കാരണം എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി ഈസിയായി. ഇനിയിപ്പോൾ നേരെ മറിച്ച് ഇവിടെ ഒരാളുണ്ടല്ല, അമ്മ എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിയേട്ടൻ അമ്മയുടെ വന്ന് നിൽക്കുന്നുണ്ട്, അല്ലെ വേറെ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഉണ്ടെങ്കിൽ ചിലപ്പം പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി മടിച്ചായി മാറുള്ളൂ. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക്
ഡിവൈഡ് ചെയ്ത് കൊടുക്കാണ്ട് നമ്മൾ തന്നെ ചെയ്യും. ഇപ്പോൾ കുഞ്ഞിനെ എടുക്കുന്ന കാര്യമായിക്കോട്ടെ, കുഞ്ഞിനെ നോക്കുന്നത്, കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്, കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ തന്നെ ചെയ്യുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് നമുക്ക് സിമ്പിളായി മാറും. പിന്നെ നമുക്കത് ഒന്നുമല്ല, കുട്ടികളെ നോക്കുന്നൊരു വിഷയമല്ലാണ്ടായി മാറും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല, എന്നാലും നമുക്കത് കുറച്ചും കൂടി ഈസിയറായി മാറും. അല്ലാണ്ട് പിന്നെ ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും, വീട്ടിൽ ആരും ഇല്ല എന്നുള്ള തോന്നുന്ന സമയത്തായിരിക്കും നമുക്കതൊരു വലിയൊരു ബേർഡനായിട്ട് മാറുക. പക്ഷെ അത് അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടി എല്ലാം നമ്മൾ തന്നെ സ്വയം ചെയ്യുക. അതുകൊണ്ട് ഇനിയുള്ള അമ്മമാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്കായിക്കോട്ടെ, ഇങ്ങനൊരു എൻ്റെ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യാണ്ടിരിക്കുക. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതൽ അഭിപ്രായം പറഞ്ഞാൽ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കാണ്ടിരിക്കുക. നേരെ മറിച്ച് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ നീങ്ങുക. ഇനി പെട്ടെന്ന് നിങ്ങൾക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം എന്തെന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മാക്സിമം പിന്നെ ആരോടെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്യുക കാര്യങ്ങൾ, സന്തോഷമുള്ള കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക. പ്രശ്നങ്ങൾ ഉണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാവും, അതൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ ഒരു അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത കാര്യം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ള സൊല്യൂഷൻ തേടി പോവുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ എൻ്റെ മദർഹുഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ അടിപൊളിയായിട്ട് പോകുന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഓരോ ഭയങ്കരമായ മാനസിക സംഘർഷങ്ങളിലൂടെ ഞാൻ കടന്നുപോയ സമയങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഒരാൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൂട്ടുകാരനായിക്കോട്ടെ, അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ചില സമയത്ത്. കാരണം പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു എന്തിനാണ് നമ്മളൊരു കാര്യം പറ്റും മറ്റുള്ളവരെയും കൂടി. ഇപ്പം എൻ്റെ അനിയത്തിക്ക് അല്ലെങ്കിൽ അമ്മൂന്, ഇപ്പം എൻ്റെ ഇവിടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമമുണ്ട്, അല്ല അവർ ഭയങ്കരമായ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് എങ്ങനെയായിരിക്കുമോ, പിന്നെ അതിനെ ആലോചിച്ചേക്കാം അവർക്ക് അങ്ങനെ ആയിക്കോട്ടെ. എൻ്റെ മൈൻഡ് എങ്ങനെയാണ് പക്ഷെ മറ്റുള്ളവരാരും എനിക്കറിയില്ല. ഞാൻ പിന്നെ അതിനെ ആലോചിച്ചിങ്ങനെ അയ്യോ 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 എന്ന് ആയിട്ട് അതിൽ തന്നെയായിരിക്കും എൻ്റെ ഫുൾ മൈൻഡും ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുക. കാരണം എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് അടുത്ത് നിൽക്കുന്നവർക്കും ആ ഒരു നെഗറ്റിവിറ്റി നമ്മൾ കൊടുക്കുന്ന പോലെയായി പോകും. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പല സിറ്റുവേഷനിലും ഞാൻ സെൽഫ് കൺട്രോൾ ചെയ്ത് ഓക്കെ ഇത് കഴിഞ്ഞു പോകും, നാളെ ആയി കഴിഞ്ഞാൽ മാറും എന്നുള്ളത് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും വിട്ടുപോകുന്നോ ഇല്ലോ എന്നറിയില്ല. ചിലപ്പോൾ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ദിവസം മൊത്തം സംസാരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യണ്ടെന്ന് പറയില്ല, ചെയ്യണമെന്ന് നിർബന്ധിച്ചും പറയില്ല. കാരണം എനിക്കൊരു ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. എന്നൊരു നേരം പോക്കായിട്ടില്ല. ഞാൻ ആദ്യം തുടങ്ങിയത് അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പം എനിക്കൊരു കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇഷ്ടമുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ നല്ല ടോപ്പിക് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.